الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. മഹാന്മാർ പറഞ്ഞു, അർബഅത്തുൻ ഖബീഹുൻ വലാകിന്ന അർബഅത്തൻ മിൻഹ അഖ്ബഹ്. 4 കാര്യങ്ങൾ ദുഷിച്ചതാണ്, ചീത്തയാണ്. പക്ഷേ വേറെ 4 കാര്യങ്ങൾ അതിലേറെ ദുഷിച്ചതും അതിലേറെ ചീത്തയായതുമാണ്. ആദ്യം പറഞ്ഞ ചീത്തയായ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ പറഞ്ഞ ഏറ്റവും ദുഷിച്ച 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഒന്ന് ആലോചിക്കാം. 1, അദ്ദംബു മിനശ്ശാബി ഖബീഹുൻ. അതിൻ്റെ ഓപ്പോസിറ്റ് വ മിനശ്ശൈഖി അഖ്ബഹു. പാപം ചെയ്യാൻ പാടില്ല, ദോഷം ചെയ്യാൻ പാടില്ല. അത് ചെറിയ ദോഷങ്ങളാണെങ്കിലും വൻദോഷങ്ങളാണെങ്കിലും മനഃപൂർവ്വം ഒരു വിശ്വാസി ദോഷം ചെയ്യാൻ പാടില്ല. ചെറുതല്ലേ എന്ന് പറഞ്ഞ് ദോഷത്തിൻ്റെ ഗൗരവം നിസ്സാരമായി കാണുക എന്നത് തന്നെ വലിയൊരു ദോഷമാണ്. അതിനാൽ ദോഷം വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു യുവാവ്, അവനിൽ നിന്ന് സ്വാഭാവികമായും അവൻ്റെ യുവത്വത്തിൽ ദോഷങ്ങൾ വരും. യുവാവാണെന്ന് കരുതി ദോഷം വരണം എന്നില്ല, വരാനും പാടില്ല. പക്ഷേ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പലപ്പോഴും യുവാക്കളിൽ നിന്ന്, യുവതികളിൽ നിന്ന് ദോഷങ്ങൾ വരും. യുവത്വം ഉള്ള ആളിൽ നിന്ന്, യുവാവാവട്ടെ യുവതിയാവട്ടെ, അവരിൽ നിന്ന് ദോഷം വരിക എന്നത് ചീത്ത കാര്യമാണ്, വരാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഓ മിനശ്ശൈഖി അഖ്ബഹു, വൃദ്ധനിൽ നിന്ന് ദോഷം സംഭവിക്കുക എന്നത് അതിലേറെ മോശമായതാണ്, അതിലേറെ ചീത്തയായതാണ്. ഞാൻ പറഞ്ഞു, യുവാവാകുമ്പോൾ അവൻ്റെ സാഹചര്യങ്ങൾക്ക് വിധേയനായി അവനിൽ നിന്ന് ദോഷങ്ങൾ സംഭവിച്ചേക്കാം, ചീത്തയായ കാര്യമാണ്. എന്നാൽ ഒരാൾ വൃദ്ധനായിരുന്നിട്ട് പോലും, ഒരു സ്ത്രീ വൃദ്ധയായിരുന്നിട്ട് പോലും പിന്നീട് അവരിൽ നിന്ന് ദോഷം സംഭവിക്കുക എന്നത് യുവാവിൽ നിന്ന്, യുവതിയിൽ നിന്ന് ദോഷം സംഭവിക്കുന്നതിനേക്കാൾ മോശമായതാണ്, ചീത്തയായതാണ്. കാരണം വൃദ്ധരായിരുന്നിട്ട് പോലും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാതെ, അവൻ്റെ ശിക്ഷകളെക്കുറിച്ച് ആലോചിക്കാതെ പിന്നെയും അവരിൽ നിന്ന് ദോഷം സംഭവിക്കുക എന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണെന്ന് ഏതൊരാൾക്കും ചിന്തിച്ചാൽ അറിയുന്ന കാര്യമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരണം, നന്മ വർദ്ധിക്കണം, വന്നുപോയ കുറ്റങ്ങൾ മായ്ക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. വൃദ്ധരായിരുന്നിട്ട് പിന്നെയും ദോഷം സംഭവിക്കുക എന്നത്, കുറ്റകൃത്യങ്ങളിൽ, തിന്മകളിലൊക്കെ ഏർപ്പെടുക എന്നത് വളരെ ദുഷിച്ച കാര്യമാണ്. 2, വൽഇസ്തിഗാലു ബിദ്ദുനിയ മിനൽ ജാഹിലി ഖബീഹുൻ വമിനൽ ആലിമി അഖ്ബഹു. ഭൗതികതയിൽ മുഴുകുക എന്നത് വിവരമില്ലാത്ത മനുഷ്യനിൽ നിന്ന് അത് ചീത്തയായ കാര്യമാണ്. ദുനിയാവ് വേണം, ഭൗതിക ജീവിതത്തിൽ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വേണം, നല്ല വീട് വേണം, നല്ല വാഹനം വേണം, പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ സമ്പുഷ്ടമായ, സമൃദ്ധമായ ജീവിതം നയിക്കാൻ ഉള്ള സമ്പത്തൊക്കെ വേണം. എന്നാൽ ഇതിലങ്ങ് ലയിച്ചു പോകാൻ പാടില്ല. ഭൗതിക സുഖാഡംബരങ്ങളിൽ ലയിച്ച് ആഖിറത്തിനെ മറന്നു പോവാൻ പാടില്ല. ആ നിലക്ക് ഭൗതിക ജീവിതത്തിൽ ലയിക്കുക എന്നത് യുവാവിൽ നിന്ന്, അതും വിവരമില്ലാത്ത മനുഷ്യനിൽ നിന്ന്, പണ്ഡിതനല്ലാത്ത, വിവരമില്ലാത്ത മനുഷ്യനിൽ നിന്ന് അതുണ്ടാവുക എന്നത് ചീത്തയായ കാര്യമാണ്. എന്നാൽ ഒരു വിവരമുള്ള പണ്ഡിതനായിരുന്നിട്ട് പോലും ഭൗതികതയുടെ പിന്നിൽ, ഭൗതിക സുഖാഡംബരങ്ങളുടെ പിന്നിൽ ഓടുക, ഭൗതിക സുഖാഡംബരങ്ങളാണ് അവൻ്റെ ലക്ഷ്യം
എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അവൻ പ്രവർത്തിക്കുക എന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. പണ്ഡിതനാകുമ്പോൾ അവൻ മറ്റേ ദരിദ്രനായി നടക്കണം എന്നല്ല പറഞ്ഞത്. പണ്ഡിതനും വേണം, സുഖാഡംബരങ്ങൾ അത്യാവശ്യത്തിനൊക്കെ വേണം, വീടും വാഹനവും സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ വേണം. പക്ഷേ അതാണ് ജീവിത ലക്ഷ്യമെന്ന് തോന്നിക്കാൻ പാടില്ല. അതാണ് ജീവിത ലക്ഷ്യമെന്ന് അവന് ചിന്ത ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് ചിന്തിക്കൽ, ആ നിലക്കുള്ള പ്രവർത്തനം ആയിരിക്കൽ അത് പണ്ഡിതനിൽ നിന്നാകുമ്പോൾ വളരെ മോശപ്പെട്ട സംഗതിയാണ്. സാധാരണക്കാരനിൽ നിന്ന് മോശമാണ്, പണ്ഡിതനിൽ നിന്ന് അത് വളരെ മോശപ്പെട്ട കാര്യവുമാണ്. 3. വത്തക്കസ്സുലു ഫി ത്വാഅതി മിനൽ ജമീഇ ഖബീഹുൻ വമിനൽ ഉലമാഇ വത്വലബത്തി അഖ്ബഹു. ഉദാസീനത കാണിക്കൽ, മടിയനായിരിക്കുക എന്നത്, ആരാധനകൾ ചെയ്യാൻ, കൃത്യസമയങ്ങളിൽ ആരാധനകൾ നിർവഹിക്കാൻ, ഫർദ് നിസ്കാരങ്ങൾ കൃത്യസമയങ്ങളിൽ നിസ്കരിക്കുക, ഫർദിനോടൊപ്പമുള്ള സുന്നത്തുകളൊക്കെ നിർവഹിക്കുക, ദിക്റുകൾ ചൊല്ലുക, പ്രാർത്ഥനകൾ നടത്തുക, നന്മയിലൊക്കെ മുന്നേറുക എന്നത് ഇതൊക്കെ എല്ലാവരിൽ നിന്നും വേണ്ടതാണ്. പക്ഷേ അതിനൊക്കെ ഒരു വിമുഖത, ഒരു ഉദാസീനത ഉണ്ടാവുക എന്നത് അത് എല്ലാവരിൽ നിന്നും മോശമായ സംഗതിയാണ്. എന്നാൽ പണ്ഡിതന്മാരിൽ നിന്നും മതവിദ്യാർത്ഥികളിൽ നിന്നും ഈ സ്വഭാവം ഉണ്ടാകുക എന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിലൊക്കെ പിന്നോക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് മോശപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു പണ്ഡിതൻ അങ്ങനെയാകാൻ പാടില്ല. ദീന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അങ്ങനെ ആവാൻ പാടില്ല. ഒരു പണ്ഡിതനിൽ നിന്നും, ദീൻ പഠിക്കുന്ന ഒരു മതവിദ്യാർത്ഥിയിൽ നിന്നുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹമില്ലാതിരിക്കൽ വളരെ മോശപ്പെട്ട സംഗതിയാണ്, വളരെ ചീത്തയായതാണ്. പിന്നെ 4-ാമത്തെ കാര്യം, വത്തക്കബ്ബുറു മിനൽ അഗ്നിയായി ഖബീഹുൻ വമിനൽ ഫുഖറായി അഖ്ബഹു. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഒരു ലെവലേശം പോലും ഹൃദയത്തിൽ അഹങ്കാരം കടന്നുകൂടാൻ പാടില്ല. അല്ലാഹു തആല ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു അണുമണി തൂക്കം അഹങ്കാരം, കിബർ ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പഠിപ്പിച്ചവരാണ് റസൂലുള്ളാഹി തങ്ങൾ. ആ അഹങ്കാരം ധനികനാകുമ്പോൾ ചിലർക്കൊക്കെ അഹങ്കാരം കടന്നുകൂടും. അവൻ്റെ സ്വഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ അഹങ്കാരത്തിൻ്റെ രൂപങ്ങൾ, അഹങ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അഹങ്കാരത്തിൻ്റെ ശൈലികൾ നമുക്ക് സാധാരണ കാണാൻ കഴിയും. എന്നാൽ ധനികരിൽ അഹങ്കാരം ഉണ്ടായിരിക്കുക എന്നത് ചീത്തയായ കാര്യമാണ്. ധനികരിൽ സ്വാഭാവികമായും ഉണ്ടാകും, പക്ഷെ ആ ഉണ്ടാകൽ അത് ചീത്തയായ കാര്യമാണ്. അതേസമയം വമിനൽ ഫുഖറായി അഖ്ബഹു, ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, എന്നിട്ടും ഓൻ അഹങ്കാരിയായി നടക്കുന്നു. അത് ധനികനിൽ അഹങ്കാരം ഉണ്ടാകുന്നതിനേക്കാൾ മോശമായ സംഗതിയാണ്, ചീത്തയായ സംഗതിയാണ്. ദരിദ്രനാവുമ്പോൾ അവൻ അഹങ്കാരം യോജിച്ചതല്ല. അവൻ അഹങ്കാരം നടിച്ചാൽ ആ ദരിദ്രനായ മനുഷ്യനെ ആളുകൾ തിരിഞ്ഞു നോക്കുകയില്ല, ജനങ്ങളുടെ സഹകരണം അവനിലേക്ക് ഉണ്ടാവുകയില്ല, ആളുകൾ സഹായിക്കുകയില്ല. ജനങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, തന്നോട് സഹകരിക്കണമെങ്കിൽ അഹങ്കാരം അവനിൽ പാടില്ല. ആ നിലക്കൊന്നും അവൻ ചിന്തിക്കാതെ ദരിദ്രനായിരുന്നിട്ടും അവൻ അഹങ്കാരം വെച്ച് പുലർത്തുന്നു എങ്കിൽ ധനികനിൽ അഹങ്കാരം ഉണ്ടാകുന്നതിനേക്കാൾ വളരെ മോശമായ സംഗതിയാണിത്. ചുരുക്കത്തിൽ ഈ 4 സ്വഭാവവും വളരെ ചീത്തയായതാണ്, ഒരാളിലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഏതൊക്കെയാണ്? ദോഷം ചെയ്യുക, ഭൗതികതയിൽ മതിമറന്ന് ജീവിക്കുക, ആരാധനകൾ ചെയ്യാനുള്ള വിമുഖത, ഉദാസീനത ഉണ്ടാവുക, അഹങ്കാരം നടിക്കുക, ഈ സ്വഭാവങ്ങൾ. അല്ലാഹു തആല ഇത്തരം സ്വഭാവങ്ങളിൽ നിന്നൊക്കെ, ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സൽസ്വഭാവം ജീവിതത്തിൽ ഉടനീളം അനുവർത്തിക്കാൻ, കൊണ്ടുവരാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.